ഇതുപോലെ കൂട്ടം കൂട്ടയാക്കി വെച്ച് വിൽക്കുന്ന സാധനങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ പേരക്ക കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്, അങ്ങോട്ടൊന്ന് പോയി നോക്കാം. തുണി കൊണ്ടുള്ള പന്തലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു അമ്പലത്തിലെ ഉത്സവമാണ്. വളരെയധികം രസകരമായിട്ട് തന്നെ അലങ്കരിച്ച് വെച്ചത് കാണാൻ സാധിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇരുഭാഗത്തും സിംഹങ്ങളുടെ മാതൃകയിൽ രൂപകൽപ്പന ചെയ്ത സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായൊരു ചെറിയ ക്ഷേത്രം. ഒരു ഗല്ലിയെ പോലെയാണ് ഇതിൻ്റെ ഒരു രൂപകൽപ്പന. സൈഡിലും വാഹനങ്ങളൊക്കെ തന്നെ ഇതുപോലെയാണ് പാർക്കിംഗ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതുപോലത്തെ പ്ലേറ്റുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതുപോലത്തെ കടകളൊക്കെ തന്നെ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടുതലും ഹോൾസെയിൽ കടകളുള്ള ഒരു ഏരിയ ആയിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിറ്റൂർ അഥവാ തമിഴ്നാടിനോടും കർണാടകയോടും അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം. ഇതുപോലത്തെ വണ്ടികളിലൊക്കെ കച്ചവടം ചെയ്യുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും കച്ചവടം ചെയ്യാമെന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. സ്ട്രീറ്റ് കച്ചവടങ്ങളൊക്കെ തന്നെ അതുപോലെയാണ് നടക്കുന്നത്. ഇതാണ് ചിത്തൂരിൻ്റെ സെൻട്രൽ ഏരിയ. ഇവിടെ ഇങ്ങനെ ആയിട്ട് ചിത്തൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ടൗണിലൊക്കെ തന്നെ വളരെയധികം വൃത്തിയുള്ള സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ഗാന്ധിജിയുടെ ഒരു സ്തൂപമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കിലായിട്ടൊരു ഫ്ലാഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കടകളൊക്കെ തന്നെ പുതുമയിലുള്ള ഒരുപാട് ഡിസൈനിലേക്കൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ ഉള്ളൊരു പ്രത്യേകതയാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റിയ അനുയോജ്യമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കച്ചവട സ്ഥാപനങ്ങളാണ് എങ്കിൽ ഇവിടെ ഡ്രസ്സിൻ്റെ ഒക്കെ സ്ഥാപനങ്ങളാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. പിന്നീട് സ്ട്രീറ്റ് ഫുഡുകളാണ് കൂടുതലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുപോലെയാണ് ഇവിടുത്തെ ഗല്ലികളൊക്കെ കാണാൻ സാധിക്കുന്നത്, അതായത് ടൗണിൻ്റെ ഉൾപ്രദേശങ്ങൾ. സ്ട്രീറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറുകിട കച്ചവടങ്ങളൊക്കെ തന്നെ ഫുട്പാത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സെറ്റ് റൂമിലും ഒതുങ്ങിയിട്ടുള്ള കടകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ വലിയ കടകളൊക്കെ കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. ബ്രാൻഡഡ് ആയിട്ടുള്ള ഇതുപോലത്തെ വലിയ കടകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ ആയിട്ട് പഴമയിലുള്ളൊരു ബിൽഡിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ാണ് കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നത്. റോഡ് ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് വെച്ചതായിട്ടാണ് കാണാൻ സാധിക്കുക. ആ ഒരു ഭാഗത്തേക്കായിട്ട് പൂ മാർക്കറ്റൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഒരുപാട് പൂക്കളൊക്കെ തന്നെ ഇങ്ങനെ നിർമ്മിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് കട്ട് ചെയ്തിട്ട് വിരനുണ്ടാക്കുകയാണ്. വാഴനാറില്ലിങ്ങളാ, വാഴനാരാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നീട് ഇലകളൊക്കെ ഉപയോഗിച്ചിട്ട് വെച്ചിട്ട് കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. മലയാളം കേരളം ചളിയും പൊടിയും ചളിയും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ചെരുപ്പുകളുടെ കടയൊക്കെ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. പഴമൊക്കെ വിൽക്കുന്നത് ഇതുപോലെയാണ്. ഒരു തിരക്ക് പിടിച്ചൊരു ടൗണായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത്. ഇതുപോലത്തെ ഹൈടെക് ആയിട്ടുള്ള കടകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലുള്ള ചെറിയ പെട്ടിക്കടകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. മാലിക്കിനെ അവിടെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോൾ അവിടെയൊക്കെ ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ള പരിപാടി. ഇതൊക്കെ വർക്ക്ഷോപ്പുകളാണ്. ഇതൊക്കെ ഓരോ വർക്ക്ഷോപ്പുകളാണ്. വെറും കമ്പികൾ മാത്രം കയറ്റി വന്ന ഒരു വണ്ടി ഇട്ടോ. അത്രങ്ങാനും കമ്പിയാണ്, കെട്ടുകമ്പി. ഒരു ലോഡുണ്ട്. ഉള്ളത് തിരുപ്പതിക്ക് പോണ റോട്ടിലാണ്. ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മെയിൻ ഹൈവേ ആണ്. ഇവിടെ കൂടുതലും ഈ പഞ്ചർ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ലോറിക്കാരൊക്കെ ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തിരുപ്പതിക്ക് ഏകദേശം 78 കിലോമീറ്ററാണുള്ളത്. അതേപോലെ കടപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 170 കിലോമീറ്റർ. അവിടെ ഇങ്ങനെ ഒരു മല കാണാൻ സാധിക്കുന്നുണ്ട്, പാറയിലുള്ള. ഈ റോഡ് നേരെ പിടിച്ചു കഴിഞ്ഞാൽ തിരുപ്പതിയാണ്. 78 കിലോമീറ്റർ ഉള്ളൂ. ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്.
ഇങ്ങനെ വലിയൊരു ജെ.കെ. ടയർസിൻ്റെ ഒരു ഷോപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ലോറിക്കാർക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത്. വലിയ വലിയ വണ്ടികളാണ് അവിടെ നിൽക്കണതൊക്കെ കാണാൻ സാധിക്കുന്നത്. ലോറി അലൈൻമെൻറ്റ് ചെയ്യണ സ്ഥാപനമാണ് കേട്ടോ. കാർ ഇതൊക്കെ അല്ല എല്ലാവരും കണ്ടിട്ടുള്ളൂ. ഇത് ലോറി അലൈൻമെൻറ്റ് ചെയ്യണ സ്ഥലമാണ്. ആദ്യമായിട്ടാണ് ഞാനിത് കാണുന്നത്. ഈ ഫ്രണ്ട് ടയറിൽ ഇങ്ങനെ അലൈൻമെൻറ്റിൻ്റെ സ്ഥാനങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. കാറിൻ്റെ ഒക്കെ ചെയ്യണ കണ്ടിക്കണമെങ്കിലോ അലൈൻമെൻറ്റ് ചെയ്യണത് ആദ്യമായിട്ടാണ് കാണുന്നത് ലോറിൻ്റെത്. എന്താല്ലേ വലിയ സെറ്റപ്പാട്ടോ. ഈ ഒരു മെഷീൻ ആണ്ടുകളൊക്കെ തള്ളി നീക്കാൻ പറ്റും. കാറിൻ്റെ ആണെങ്കിൽ ഫിക്സഡ് ചെയ്തിട്ടുണ്ടാവും. ആ പാലം കാണുന്ന ഏരിയയിലാണ് ബൈപ്പാസ് വരുന്നത്. അവിടെ നിന്ന് കണ്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ പോണത് തിരുപ്പതി റോഡാണ്. ഈ സ്ഥലത്തായിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ലോറികളൊക്കെ നിർത്തുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വർക്ക്ഷോപ്പ് കാര്യങ്ങൾ, പിന്നെ ടയർ ചേഞ്ചിങ് കാര്യങ്ങൾ, പിന്നെ ഗ്രീസ് അടി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത്. ജംഗ്ഷനിലൊക്കെ ആയിട്ട് ഒരുപാട് കടകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മലയാളികളുടെ കട കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളെ ചെമ്മാട് ഭാഗത്തൊക്കെ ആയിട്ടുള്ള ആളുകളെ കട കാര്യങ്ങളൊക്കെ ഈ ഏരിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വെസ്റ്റേൺ ബേക്കറി എന്നാണ് ആ ബേക്കറി അറിയപ്പെടുന്നത്. ഇവിടെ ഇങ്ങനെ പൊന്തിയിട്ടുണ്ട് കേട്ടോ. ഓൻ്റെടാ ആ കാണുന്ന ലോറിയിലെ കമ്പി, ഇതിൽ വേറെ ഐറ്റം കമ്പികൾ, കെട്ടുകമ്പി. ഈ ലോറിയിൽ ഫുള്ള് ഷീറ്റ്, നല്ല തകിട് കേട്ടോ, നല്ല കട്ടിയുള്ള തകിട്. എന്തുമാത്രം തിക്നെസ്സാണ് വെച്ചിട്ടാ. ഈസടി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വണ്ടികൾ സൈഡാക്കുന്നത്. ലോറിയുടെ ടയർ കാര്യങ്ങളൊക്കെ ഊരാൻ വേണ്ടിയിട്ടുള്ള മെഷീന് തള്ളിക്കൊണ്ടാവാൻ വേണ്ടിയിട്ട്. ഈ റോഡ് പിന്നെ മലയാളികൾക്ക് സുപരിചിതമായിരിക്കും. കാരണം ഇതിൽ കൂടെ അല്ല തിരുപ്പതി ഏരിയക്ക് എപ്പോഴും നമ്മൾ പാസ് ചെയ്യാം. ഈ കാണുന്ന ഏരിയയിലാണ് കുറച്ച് കടകളുള്ളത്. ഈ റോട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കടകൾ കുറവായിരിക്കും. അപ്പോൾ എല്ലാവരും ഇവിടുന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് യാത്ര ചെയ്യാറ്. അവിടെ ഇങ്ങനെ ഒരു കട്ട് ഫ്രൂട്ട്സിൻ്റെ കട കാണാൻ സാധിക്കുന്നുണ്ട്. ിനെ നമ്മളിവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വെസ്റ്റേൺ ബേക്കറി എന്ന് പറയുന്ന മലയാളികളുടെ ഷോപ്പ് ഇത് കാണുന്നതാണ്. വെസ്റ്റേൺ എന്നാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ബൈപ്പാസ് അതാണ്. ആ ബൈപ്പാസിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഈ റോഡിലേക്ക് കയറാനായിട്ടുള്ളത്. ആ പാലത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ വരും ചിറ്റൂർ ടൗണിലേക്ക്. പൊതുവേ നല്ല ചൂടാണ് ഈ ടൈമിൽ. നല്ല ചൂടെന്ന് പറയാനില്ല, നമ്മളെ നാട്ടിലെ ആ ഒരു ക്ലൈമറ്റുള്ള ആ ഒരു സാഹചര്യമാണ് ആന്ധ്രയിൽ പൊതുവെ ഉള്ളത്. തമിഴ്നാടിനൊക്കെ വെച്ച് നോക്കുമ്പോൾ തമിഴ്നാട് പെരുംചൂടാണ്. ഇവിടെ ഒന്നും ചൂട് കുറവാണ്. ചില ഏരിയയിലുണ്ട്, ഈ ടൗണുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയയിലും നമ്മളെ നാട്ടിലത്തെ ആ ഒരു ചൂടുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നാട്ടിലെ അതേ ഒരു ക്ലൈമറ്റും അതേ ഒരു സാഹചര്യമാണ് ഇവിടെ ചൂടും ക്ലൈമറ്റൊക്കെ തോന്നുന്നത്. അങ്ങനെയാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. പിന്നെ ആന്ധ്രാപ്രദേശിൽ പൊതുവേ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ബിസിനസ് പുതിയ സംരംഭകർക്കൊക്കെ വന്ന് പയറ്റാൻ പറ്റിയ സ്ഥലമാണ്. കാരണം ഇവിടെ കടകൾ കുറവാണ്. ഇപ്പോൾ ഈ കാണിച്ച ജംഗ്ഷൻ ഉണ്ടല്ലോ, ഈ ജംഗ്ഷനിലൊക്കെ നമ്മുടെ നാടാണെങ്കിൽ എന്തുമാത്രം കടകളും എന്തുമാത്രം ക്രൗഡും ഇവിടെ ഉണ്ടാവും. ഇവിടെ ഇത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഈ റോഡിലൊക്കെ ഉള്ള പാസിങ് ഉണ്ടല്ലോ, ഭയങ്കര പാസിങ്. ആൾക്കാരൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കടകളിട്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, നല്ല അവസരങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ഇന്ന കട എന്നില്ല, എന്ത് കടയും ഇവിടെ ഓടും. ഇപ്പോഴത്തെ ആൾക്കാരെ ഒരു കൾച്ചർ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ടാസ്ക് മാത്രം ഇവിടെ ഉള്ളൂ. അതെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഓരോ നാടിനും അതിൻ്റെതായ പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കി എത്രത്തോളം കാണാൻ പറ്റും ആ കാഴ്ചയിലേക്കൊക്കെ പോകുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അല്ലാതെ നമ്മൾ റോഡ് മാർഗം മാത്രം ഇങ്ങനെ സഞ്ചരിച്ചിട്ട് ഞാനൊരു ടാസ്ക് വെച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന പരിപാടിക്ക് ഞാൻ നിൽക്കണില്ല. അങ്ങനെ ഒരു ടാസ്ക് എനിക്കില്ല. എനിക്ക് ഇന്ത്യ മൊത്തം ഒന്ന് കാണണം, പോകുന്ന ഏരിയ മാക്സിമം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, അതാണ് എൻ്റെ ആഗ്രഹം. ഡെയിലി നമ്മൾ പുതുമകളിലല്ലേ കാണുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു രീതിയാണ് എനിക്കിഷ്ടം. കാണുന്നതാണ് തിരുപ്പതി റോഡ്, തിരുപ്പതി ഹൈവേ. ഇവിടുന്ന് 75 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ തിരുപ്പതിയാണ്.
തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് മുന്നേ നമ്മൾ പോയിട്ടുണ്ട്. അവിടെ ഒരു കവാടം വരുന്നുണ്ട്. ആ കവാടത്തിലൂടെ വണ്ടിയൊന്നും അങ്ങനെ കടത്തി വിടൂല. പ്രത്യേകിച്ച് നമ്മളെ വണ്ടി ഇത്രത്തോളം ലഗേജ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് മാതിരിയാണ് അവിടെ ഉള്ള സ്ഥലം. അതുകൊണ്ട് തന്നെ നമ്മളെ അങ്ങനെ കടത്തി വിടൂല. കാരണം അവിടെ ഫുൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ടാണ് ഓരോ വണ്ടികളും കടത്തി വിടുക. ആളുകൾ ബാഗ് കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങിയിട്ട് സെക്യൂരിറ്റി ചെക്കിങ്ങിലൂടെ പോകണം. പിന്നീട് വണ്ടി അവിടെയുള്ള ആളുകൾ സെക്യൂരിറ്റി ചെക്കിങ് നടത്തിയതിന് ശേഷം മാത്രമേ മേലേക്ക് കടത്തി വിടുള്ളൂ. അപ്പം നമുക്കൊന്നും കഴിഞ്ഞ പ്രാവശ്യം വണ്ടി എടുത്ത് കയറാൻ പറ്റിയിട്ടില്ല. തിരുപ്പതിക്ക് വരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുക, പുറത്ത് വണ്ടി എടുത്തിക്കാണ്ട് ബസ്സിൽ പോവാം. അതാണ് ഏറ്റവും ബെറ്റർ. ഈ റോഡും ആ കാണുന്ന മലനിരകളൊക്കെ കണ്ടില്ലേ, എന്തുമാത്രം രസകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. റോഡ് തന്നെ ഭയങ്കര രസമായിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തുള്ള മലനിരകൾ ഇങ്ങനെ നമ്മൾ ചിത്രൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ, ഹിമാചൽ പ്രദേശിലെ മലനിരകൾ, അതുപോലെയൊക്കെയാണ് തോന്നുന്നത്. ഡയറക്റ്റുള്ള റോഡ് കേട്ടോ. റോഡ് തന്നെ ഭയങ്കര രസമാണ്. നമ്മളവിടെ ആറുവരിപ്പാത്ത് വരുമ്പോൾ ഭയങ്കര പൊങ്കാലടലല്ലേ ഇപ്പോൾ ഇവിടെയൊക്കെ കണ്ടില്ലേ. നമ്മളിതിലും നല്ല നല്ല സംസ്ഥാനങ്ങളും നല്ല നല്ല ആശയങ്ങൾ വെച്ചിട്ടുള്ള സംസ്ഥാനങ്ങളൊക്കെ ഒരുപാടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെയുള്ള നല്ല നല്ല ആശയങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ല. ഇവിടെ ക്ഷേത്രങ്ങളൊക്കെ തന്നെ ഒരുപാട് കൂടുതലാണ്. ഏത് ഏരിയയിൽ നോക്കിയാലും ക്ഷേത്രങ്ങളാണ് കാണാൻ സാധിക്കുക. ആ ഒരു മലയ്ക്ക് മേലെ ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ട ആ ഒരു മലമുകളിലെ ക്ഷേത്രത്തിന്റെ പണി നടക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് പോകുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്, റോഡാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ ഇങ്ങനെയായിട്ട് ആ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയായിട്ട് കുറച്ച് ലോറികളൊക്കെ നിർത്തിയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് കടകളുണ്ട്. സൈഡിലൊക്കെ നോക്കുമ്പോൾ മാവിൻ തോട്ടങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് പറ്റിയൊരു പരിപാടിയാണ് ഈ ലോറി പരിപാടി കേട്ടോ. അതായത് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ഏറ്റവും ബെറ്റർ ഒരു അവസരമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ലോറി പരിപാടി. നമ്മൾ വാഹനം അതുപോലെ വൃത്തിയിലും മെയിൻ്റനൻസിലും കൊണ്ട് നടക്കുക, അതുപോലെ തന്നെ അത്യാവശ്യം ഓട്ടം കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ചിലവുകളൊന്നും വരില്ല. ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഈ റോഡ് പോണ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അത് മല തുറന്നിട്ടാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ രണ്ട് മലകൾക്കിടയിലൂടെയാണ് ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. നല്ല രസമാട്ടോ, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം. ഈ റോട്ടിലേക്ക് കയറി ഞാനിതൊന്ന് കാണാതെ എഴുതിയിട്ടാണ് ഈ റോട്ടിലേക്ക് വന്നത്. ഇപ്പോൾ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ഒക്കെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എത്ര കിലോമീറ്റർ പോയിട്ട് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുക എന്നുള്ളത് അറിയില്ല. എനിക്ക് ചിറ്റൂർ ടൗണിലേക്കാണ് പോകാനായിട്ടുള്ളത്. ആ ഏരിയ ഇനി കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാണ്ട്. അങ്ങോട്ട് നോക്കുകയാണ് എന്തൊരു വൈബാ വെച്ചിട്ടാ. തിരുപ്പതി ഇവിടുന്ന് 72 കിലോമീറ്റർ ഉള്ളൂ. കണിപ്പക്കം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 4 കിലോമീറ്റർ. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ തന്നെ നമ്മളവിടുത്തെ സ്ലാങ്ങിൽ നിന്ന് ഒരുപാട് മാറ്റമാണ് കേട്ടോ. നല്ല രസകരമാണ് വായിക്കുമ്പോൾ. ചിലത് വായിക്കാൻ കിട്ടൂല. എന്താ ഞാൻ പറഞ്ഞ ആ ഒരു ഇതുണ്ടല്ലോ മല തുറന്നത്, അവിടെ എത്തിപ്പോ നമ്മള് നീണ്ട് കിടക്കണ റോഡ്. പൊളി വൈബ് എന്ന് വെച്ചാൽ പൊളി വൈബ്. ആക്സിലേറ്ററുമ്പോൾ കാലിങ്ങനെ വെച്ചിട്ട് ഇരുന്നാ മതി. ക്ലച്ചും തൊടണ്ട, ബ്രേക്കും തൊടണ്ട, പതുക്കെ ഇങ്ങനെ പോയിക്കോളും വണ്ടി. ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. 6 വരിപ്പാതയാണ്. എന്താലേ അങ്ങോട്ട് നോക്കാണിങ്ങളെ. ഈ ഒരു ഏരിയയിലായിട്ട് കുറച്ച് തെങ്ങുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ തെങ്ങുകളൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാടിനെ ഉണർത്തുന്ന പ്രതിനിധി നമുക്ക് മനസ്സിലേക്ക് വരിക. ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ നീണ്ടിട്ട് തെങ്ങിൻ്റെ ഒരു ഏരിയയാണ്. അവിടെയൊക്കെ തെങ്ങുകൾ, മാവിൻ തോപ്പുകളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. വൈബ് എന്ന് വെച്ചാൽ വേറെ ലെവൽ കേട്ടോ. ഇതിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്താൽ തന്നെ ഒരു സമാധാനമാണ് മനസ്സിന്. ഓളം താളൊക്കെ കഴിക്കാണ്ടുള്ള മലനിരകൾ, മരങ്ങളൊന്നും കാണാനില്ല, വെറും പാറപ്പുറം പോലത്തെ ഏരിയ. എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ പുല്ലുകളൊക്കെ മുളച്ച് നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ചില മലന്റെ മേലെ അമ്പലം, പള്ളി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഈ കടപ്പ പോലത്തെ കല്ലുകളൊക്കെ എടുക്കുന്ന കോറികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കടപ്പ പിന്നെ മാർബിളൊക്കെ എടുക്കുന്ന പോലത്തെ കോറികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും മുന്നിലേക്ക് നോക്കുമ്പോഴാണ് വളരെയധികം രസകരമായിട്ടുള്ളത്.